സരിക ഓക്കെ ആണോ? സോ നമുക്ക് തുടങ്ങാം. സോ ടോട്ടം റിസോഴ്സ് സെന്ററിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം. നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഒത്തുകൂടാറുണ്ട്, വിവിധ വിഷയങ്ങളിൽ സംസാരിക്കാറുണ്ട്. സോ ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻഡിജിനസ് ഡേ. ഇന്ന് ലോക തദ്ദേശ ജനതയുടെ ദിനമാണ്. സോ എല്ലാ വർഷവും ഓഗസ്റ്റ് 9 പിന്നെ തദ്ദേശ ജനതയുടെ അവകാശങ്ങളെ കുറിച്ചിട്ടും നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചിട്ടും അത് എങ്ങനെ അഭിസംബോധന ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ലോകത്തൊട്ടാകെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് ഈ ഒരു ദിവസം മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. എങ്കിൽ കൂടെ നമുക്ക് പിന്നെ വിവിധ ദിനങ്ങളുണ്ടല്ലോ, ഫാദേഴ്സ് ഡേ, ഫ്രണ്ട്ഷിപ്പ് ഡേ. സോ ആ ഒരു ദിവസം നമ്മൾ കുറച്ച് കൂടുതൽ ആവശ്യത്തെ കുറിച്ച് സംസാരിക്കും. സോ ടോട്ടം റിസോഴ്സ് സെന്റർ ഇൻഡിജിനസ് ഡേ, ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് പിന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. പിന്നെ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അതെങ്ങനെ അഡ്രസ് ചെയ്യണമെന്നെ കുറിച്ചിട്ടും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷനാണ്. സോ ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതാണ്. സോ ഇന്നത്തെ പിന്നെ ഈ ഒരു ദിവസത്തിന്റെ ഇൻഡിജിനസ് ഡേയുടെ ഈ വർഷത്തെ തീം എന്നുള്ളതും ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ഇൻഡിജിനസ് പീപ്പിൾസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിഫെൻഡിങ് റൈറ്റ്, ഷേപ്പിംഗ് ഫ്യൂച്ചർ എന്നതാണ് ഈ വർഷത്തെ ഇൻഡിജിനസ് ഡേയുടെ തീം. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പെട്ടെന്നാണ്, കണ്ണടച്ച് തുറക്കും മുൻപേ എന്ന് മലയാളത്തിൽ ഒരു പറച്ചിലുണ്ട്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. എത്രമാത്രം ആണ് പിന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തില് എങ്ങനെയാണ് ഈ ഒരു ഇൻഡിജിനസ് പോപ്പുലേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതിലെന്തൊക്കെയാണ് ചാലഞ്ചസ് ഉള്ളത്, അതിലെന്തൊക്കെയാണ് സാധ്യതകൾ ഉള്ളത് എന്നതൊക്കെയാണ് നമ്മൾ ഈ ഒരു ദിവസം ഈ ഒരു വെബിനാറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ നമുക്കിന്ന് ഇവിടെ നമ്മുടെ അതിഥിയായിട്ട് നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ പ്രിയ സുഹൃത്ത് സരിക പ്രേമാനന്ദ് ഇവിടെ വന്നിട്ടുണ്ട്. സരികയെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോടെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സരിക വിവിധ വെബിനാറുകളിൽ നിങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ടോട്ടം റിസോഴ്സ് സെന്ററിന്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന എല്ലാ പിന്തുണയും നമുക്ക് എപ്പോഴും തരാറുള്ള നമ്മുടെ പ്രിയ സുഹൃത്താണ് സരിക. സരിക നമ്മുടെ റിക്വസ്റ്റ് കേട്ടപ്പോൾ തന്നെ സരിക വളരെ സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്തു. വളരെ സന്തോഷം സരിക. നമ്മള് ഇതിനു മുൻപും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് വിവിധ സെഷൻസ് നടത്തിയിട്ടുണ്ട്. ചിലതൊക്കെ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു വെബിനാറും യൂട്യൂബിലൂടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ അതൊക്കെ ആവാം. സോ സരികയെ പറ്റി പറയുകയാണെങ്കിൽ സാർടെക് ലാബ് എന്നുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷന്റെ ഫൗണ്ടറാണ് സരിക. അതുകൂടാതെ വിമൻ ഇൻ എ ഐ, വിമൻ ഇൻ എ ഐ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ NGO ആണ്. ആ ഗ്ലോബൽ NGOയുടെ മ്യൂണിക്കിലെ, ജർമ്മനിയിലെ മ്യൂണിക്കിലെ സിറ്റി ലീഡ് കൂടെയാണ് സരിക. സോ എ ഐ കുറിച്ചിട്ട് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന, ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വളരെ യോഗ്യതയുള്ള ഒരാളെയാണ് നമുക്കിന്നിവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ, ലോകത്തൊട്ടാകെ ഇന്ന് തദ്ദേശ ജനത എന്ന് പറയുന്ന തദ്ദേശ ജനത ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇപ്പോ
നമുക്കറിയാം കേരളത്തിൽ തന്നെ ഈ നമ്മുടെ ഈ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി എത്രത്തോളമാണ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്. അത് അവരുടെ റിസോഴ്സിന്റെ എലീനേഷൻ ആവാം. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ലാൻഡ് റിസോഴ്സസ്, ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വിവിധ നിയമങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഈ തദ്ദേശ ജനത ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ അട്ടപ്പാടിയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1951 സെൻസസില് 85% കൂടുതൽ ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിരുന്നു. എന്നാലോ കഴിഞ്ഞ ഏറ്റവും അവസാനം സെൻസസ് നടന്നത് 2011 1951 നിന്ന് 2011 എത്തിയപ്പോ വെറും 18% അട്ടപ്പാടിയിലെ ജനസംഖ്യ ചുരുങ്ങി. അപ്പോ അന്ന് 51 80% ഉണ്ടായിരുന്ന ജനത അട്ടപ്പാടിയെ മൊത്തം അവർ കൃഷി ചെയ്യാനും ഒക്കെ ഉപയോഗിച്ചിരുന്നപ്പോ ഇന്ന് വെറും 5 സെന്റിലും 10 സെന്റിലും 2 സെന്റിലും ഒക്കെ ആയിട്ട് ചിലർ ഭൂമി ഇല്ലാതെ ആയിട്ട് ചുരുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അത്തരത്തിലെ ഭൂമിയും മറ്റ് എല്ലാ റിസോഴ്സസും അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിക്ക്. അപ്പോ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ലാൻഡ് മാത്രമല്ല, വിവിധങ്ങളായിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. ലാംഗ്വേജ് ഒരു റിസോഴ്സസ് ആണ്, മെഡിസിനൽ നോളജ് ഒരു റിസോഴ്സസ് ആണ്. അത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. അപ്പോ ഈ ഒരു സാഹചര്യത്തില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ വളരെ പെട്ടെന്ന് പ്രകടമായി ഒരു മാറ്റങ്ങൾ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ അതിനോട് എങ്ങനെയാണ് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി റെസ്പോണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്നിപ്പോ ഞാനും സരികയും സംസാരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകള് ഇതിലെ ഭാഗമായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതൊരു തുടക്കം മാത്രമാണ്, ഒരു ഡിസ്കഷന്റെ തുടക്കം മാത്രമാണ്. പിന്നീടുള്ള ഡിസ്കഷൻ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിലെ കൂടെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ലോക്കലി നടക്കുന്ന പ്രോഗ്രാമിലായാലും അതല്ലെങ്കിൽ ഗ്ലോബലി നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും എന്നുള്ളതും ഒക്കെ തുടർന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ആ ഒരു ചർച്ചയ്ക്ക് ഇവിടെ ഒരു തുടക്കം കുറിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോ ഒരു ഇനീഷ്യൽ തോട്ട് എന്ന നിലയിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ശരിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചർച്ച അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ വളരെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, വളരെ അൺസ്ട്രക്ചേർഡ് ആയിട്ടാണ്. സോ ഓവർ ടു യു സരിക. നമുക്കൊരു ഡിസ്കഷൻ ഫോമിൽ തന്നെ പോവാം. അപ്പോ നമസ്കാരം, എന്റെ പേര് സരിക പ്രമാനൻ. ജയിച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു AI എത്തിക്സ് കൺസൾട്ടന്റ് ആണ്. ഇപ്പൊ നാട്ടിലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, സാർടെക് ലാബ്സ്, സേഫ് ആൻഡ് റെസ്പോൺസിബിൾ ടെക്നോളജി ലാബ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതായത് ആളുകളെയും കമ്പനികളെയും സമൂഹത്തെയും സേഫ്ലി എത്തിക്കലി റെസ്പോൺസിബിളി ടെക്നോളജി അഡോപ്ഷന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഫോക്കസ് ടെക്നോളജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇതിനകത്ത് നമ്മുടെ ഒരു മെയിൻ വിഷൻ എന്നുള്ളത് AI-നെ ഡെമോക്രറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഡിജിറ്റൽ ഡിവൈഡ്, ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി ഗ്രൗണ്ട് ലെവലിലേക്ക് വരെ AI അവയർനെസ് അല്ലെങ്കിൽ AI ലിറ്ററസി ഉണ്ടാക്കുക എന്നുള്ളതും കൂടെയാണ് സാർടെക് ലാബ്സിന്റെ ലക്ഷ്യം. അതിനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ ജയിച്ചേട്ടനെ സമീപിച്ചതും ടോട്ടമായിട്ടുള്ള നമ്മുടെ കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്തതും. അപ്പൊ ഇന്ന് ഈ ഇൻഡിജിനസ് ഡേയില് നമുക്ക് ഇങ്ങനെ ഒരു സെഷൻ നടത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം, ഇവിടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. നമുക്കിപ്പോ അറിയാം, ഇപ്പൊ ഇൻഡിജിനസ് ഡേയിൽ ഇന്നത്തെ തീം എന്ന് പറയുന്നത് തന്നെ ഇൻഡിജിനസ് പീപ്പിൾ ആൻഡ് AI ഡിഫെൻഡിങ് റൈറ്റ്സ് ആൻഡ് ഷേപ്പിംഗ് ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഗ്ലോബൽ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓവർ ഒരു 6% എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻഡിജിനസ് പീപ്പിൾ അല്ലെങ്കിൽ തദ്ദേശ ജനങ്ങളാണ്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതിനേക്കാളും വലുതാണ്. ഇപ്പൊ നമ്മുടെ പ്ലാനറ്റിന്റെ ബയോഡൈവേഴ്സിറ്റി സേഫ് ഗാർഡ് ചെയ്യുന്നതിൽ 25% നമ്മുടെ ഇൻഡിജിനസ് പീപ്പിൾ ആണ് അത് ചെയ്യുന്നത്. അത് മാത്രമല്ല, അവരുടെ മറ്റ് കോൺട്രിബ്യൂഷൻ, അവരുടെ വിസ്റ്റം, അതൊക്കെ നമ്മുടെ അവരുടെ ഒരു സർവൈവലിന് മാത്രമല്ല നമ്മുടെ ലോകത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു റിസൈലൻസിനും അതുപോലെ തന്നെ ഇന്നോവേഷനും ഒക്കെ അവരുടെ ആ വിസ്റ്റമും കോൺട്രിബ്യൂഷൻസും ഒക്കെ പാർട്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജി വരുമ്പോ നമുക്ക് നമ്മൾ ഒന്ന് മുന്നിട്ട് നോക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ AI എന്ന് പറയുന്നത് എത്തിക്കലി യൂസ് ചെയ്യണം. അതുപോലെ തന്നെ AI-യുടെ റോള് എപ്പോഴും നമ്മുടെ ഇൻഡിജിനസ് പീപ്പിളിന്റെയും എല്ലാവരുടെയും
ഈ മൊത്തം വേൾഡ് നമ്മുടെ എല്ലാവരെയും കേൾക്കണം, എല്ലാവരെയും അറിയണം, എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ ഈ AI ടെക്നോളജിയിലേക്ക് വരണം എന്നുള്ളതാണ്. ഇപ്പോ AI നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കത് രണ്ട് തരത്തില് എസ്പെഷ്യലി ഇൻഡിജിനസ് പീപ്പിളിനെ ബാധിക്കും. ഇപ്പോ നമുക്ക് ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് നമുക്ക് എംപവർമെന്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇന്നോവേഷൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ കൾച്ചറൽ റീവൈറ്റലൈസേഷൻ ചെയ്യാനൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജി നമ്മളെ സഹായിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് സെവറൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിസ്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ അത് സോവറിനിറ്റിയിൽ റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ കൺസെന്റ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ഇക്വിറ്റി കീപ്പ് ചെയ്യുന്നതിൽ ഉള്ള റിസ്കുകളാവാം. അങ്ങനെ ഒത്തിരി റിസ്കുകളും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. ഏത് ടെക്നോളജി വരുമ്പോഴും അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കോൺസ് കുറച്ച് പ്രോസ് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ തന്നെ ഇൻഡിജിനസ് പീപ്പിളിന്റെ ഇൻവോൾവ്മെന്റ് കൂട്ടാനുള്ളതും അവരെ എംപവർ ചെയ്യാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പൊ റീസെന്റ് ജൂണിലാണെന്ന് തോന്നുന്നു നമ്മുടെ സൊനാരിയ മിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ യുനെസ്കോയുടെ കോ ചെയർ ആണ് ട്രാൻസ്ഫോമിംഗ് ഇൻഡിജിനസ് നോളജ് റിസർച്ച് ഗവർണൻസ് ആൻഡ് റിമാട്രിയേഷൻ IKRGയുടെ കോ ചെയർ ആണ്, യുനെസ്കോ കോ ചെയർ ആണ് അദ്ദേഹം. സൊനാരിയ മീൻസ് ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ മിനിസ്റ്റർ ആയിട്ടുള്ള മീറ്റിംഗില് ഒരു വലിയൊരു ന്യൂസ് ആയിരുന്നു അത്. ആ സമയത്ത് പറഞ്ഞത് ഇൻഡിജിനസ് പീപ്പിളിനെ എംപവർ ചെയ്യാനുള്ള ടെക്നോളജി, AI ടെക്നോളജി കൊണ്ടുവരും. അവർക്ക് AI ടെക്നോളജി പഠിപ്പിക്കാനുള്ളതും അവരെ കൊണ്ട് AI ടെക്നോളജി ഉണ്ടാക്കാനുള്ളതായിട്ടുള്ള രീതിയിലുള്ള പ്ലാനുകളും പോളിസീസുകളും ഒക്കെ കൊണ്ടുവരാൻ അവര് മുൻകൈ എടുക്കുന്നു എന്നുള്ളത് അതൊരു പോസിറ്റീവ് നോട്ടാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഗവൺമെന്റിന്റെ സപ്പോർട്ട്, മറ്റ് യുണൈറ്റഡ് നേഷൻസ് പോലുള്ള ഓർഗനൈസേഷൻസിന്റെ സപ്പോർട്ടൊക്കെ വരിക എന്ന് പറയുന്നത് എല്ലാവരും ഇതും കൂടെ അത്യാവശ്യമാണ് എന്ന് തിരിച്ചറിയുന്നു എന്നുള്ളത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോ നമുക്ക് അറിയാം, ഇപ്പോ AI എന്ന ടെക്നോളജി വരുമ്പോൾ AI ടെക്നോളജി ബേസിക്കലി നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഈ ഡേറ്റയിൽ ട്രെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളും അതിന്റെ എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെ ബയസുകൾ ഉണ്ടോ അതൊക്കെ തന്നെ ഈ ഡേറ്റയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഡേറ്റ വെച്ചിട്ട് മെഷീൻസ് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളെല്ലാം മെഷീൻസ് പഠിക്കുന്നുണ്ട്, എല്ലാ ബയസുകളും മെഷീൻസ് പഠിക്കുന്നുണ്ട്. അപ്പോ അത് തരുന്ന ഔട്ട്പുട്ടിലും ഈ ബയസുകളെല്ലാം പ്രകടമായിരിക്കും. അപ്പോ ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റിയുടെയും, ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയുടെയും, ഡിഫറെന്റ് കൾച്ചറൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡിഫറെന്റ് ലാംഗ്വേജസ്, ഈ എല്ലാത്തിലുമുള്ള റെപ്രസെന്റേഷൻ ഈ AI സിസ്റ്റങ്ങളുടെ ട്രെയിനിങ്ങിൽ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കണം. അതായത് ചെറിയതാണെങ്കിൽ പോലും എല്ലാ പെർസ്പെക്റ്റീവുകളും ഈ AIയുടെ ട്രെയിനിങ്ങിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് AI സിസ്റ്റങ്ങളുടെ ഔട്ട്പുട്ട് എല്ലാവർക്കും നല്ലതായിട്ടുള്ള AI ഫോർ ഗുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡിസൈനിങ് ഓഫ് AI സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ എല്ലാവിധ പെർസ്പെക്റ്റീവുകളും, മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ്സ് ഒക്കെ നടത്തി എല്ലാവിധ പെർസ്പെക്റ്റീവുകളും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളിപ്പോ ഇന്ന് നടത്തുന്ന ഈ ഒരു മീറ്റിംഗ് പോലും ആ ഒരു കാര്യത്തിലേക്കുള്ള മുന്നോടിയായിട്ടാണ്. ഇത്തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗിൽ വരുന്ന ഔട്ട്പുട്ടുകളാണ് ഓരോ ഘട്ടം ഘട്ടമായി ടോപ്പ് ലെയറിലേക്ക് പോയിട്ട് UN വരെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ചെറിയൊരു സ്റ്റെപ്പ് പോലും, നമ്മൾ ഇന്നെടുക്കുന്ന ഈ ഒരു ചെറിയ സ്റ്റെപ്പ് പോലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ നമുക്ക് ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പോ AI എന്ന ടെക്നോളജി, ഏതൊരു ടെക്നോളജിയും പോലെ നമുക്ക് കമ്മ്യൂണിറ്റീസിനെ നമ്മൾ റൈറ്റ് വേയിൽ ഉപയോഗിക്കുകയാണ്, ഇഫ് ഇറ്റ്സ് ഡൺ ഇൻ ദ റൈറ്റ് വേ ബൈ അസ് ഓർ ഫോർ അസ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കൊരു കാറ്റലിസ്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും, എസ്പെഷ്യലി ഇൻഡിജിനസ് റീസർജൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെസ്പെക്ട് അല്ലെങ്കിൽ ഇൻക്ലൂഷൻ, അതേപോലെ ഇൻഡിജിനസ് ലീഡർഷിപ്പ് എല്ലാം ഇതിന്റെ പാർട്ടാകണം. ഞാൻ പറഞ്ഞങ്ങ് പോയി. നമുക്ക് ഡിസ്കഷൻ പോലെ തന്നെ പോവാം. ഇതാണ് ഒരു ഇൻട്രൊഡക്ടറി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നല്ലൊരു തുടക്കം. അങ്ങനെ ഇപ്പോ പറഞ്ഞല്ലോ, ഇപ്പോ വിവിധ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മിസ് റെപ്രസെന്റേഷൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പൊ ഈ
എൻ്റെ ഒരു ചോദ്യം, ഈ ഒരു ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയില് സരികയുടെ ഒരു സാധനം കേൾക്കണ്ടായി. അതായത് GPT-5 വന്നു ഇപ്പൊ ഈയിടെ. അപ്പോ GPT-3 ഒരു സ്കൂൾ സ്റ്റുഡന്റിന്റെ പിന്നെ ലെവലാണ്. അത് കഴിഞ്ഞ് GPT-4 ഒരു കോളേജ് സ്റ്റുഡന്റ് ലെവലാണ്. GPT-5 ഒരു PhD സ്റ്റുഡന്റ് ലെവലിലേക്ക് എത്തി കഴിഞ്ഞു. അപ്പോ ഇങ്ങനെ വരുമ്പോ ഇവർക്ക് എവിടുന്നാണ് ഈ ഡാറ്റ കിട്ടുന്നത്? അപ്പോ ഈ മിസ്റെപ്രസെന്റേഷന്റെ പ്രശ്നമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ റിസർച്ചുകളൊക്കെ എങ്ങനെയാണ് ആക്സസബിൾ ആവുന്നത്? ഇപ്പൊ പല റിസർച്ചുകളും ഡിജിറ്റലൈസ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പോ പറയുകയാണെങ്കിൽ കേരളത്തില് ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് കിർത്താഡ്സ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് SCs ആൻഡ് STs. അപ്പൊ ഈ സ്ഥാപനത്തിലെ റിസർച്ചുകളൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതുവരെയും ഡിജിറ്റലൈസ് ചെയ്തു എന്നുള്ളത്. സോ ഇത്തരത്തില് ഡിജിറ്റലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ AI മോഡൽസിനെ പഠിപ്പിക്കാനുള്ള എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് പാരലി ഇവരൊക്കെ നടത്തുന്നുണ്ടോ? എങ്ങനെയാണ് ഇവര് ഇതിനെ പഠിപ്പിക്കുക? ആ പ്രോസസ് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഓക്കെ, ഈ മോഡൽസ് ട്രെയിൻ ചെയ്യുന്നത് എസ്പെഷ്യലി ChatGPT ഒക്കെ പോലുള്ള മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ അവര് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയിലെല്ലാം അവര് ഈ മോഡൽസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ന്യൂസ് പേപ്പറുകള്, ബുക്സ്, ആർട്ടിക്കിൾസ്, ജേർണൽസ്, ഇതിലൊക്കെ അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അവർ പറയുന്നത് പബ്ലിക്കലി അവൈലബിൾ ഡേറ്റയിലാണ് അവർ ട്രെയിൻ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇന്റേണൽ കമ്പനി ഡേറ്റയിലോ അല്ലെങ്കിൽ ഇന്റേണൽ ഗവൺമെന്റ് ഡേറ്റയിലോ അവർ ട്രെയിൻ ചെയ്യുന്നില്ല. ഇപ്പൊ US-ലാണെന്നുണ്ടെങ്കിൽ US ഗവൺമെന്റും OpenAI, ChatGPTയുടെ കമ്പനിയായ OpenAIയും തമ്മിൽ ഒരു എഗ്രിമെന്റ് വന്നിട്ടുണ്ട്. അവര് ഗവൺമെന്റിന് വേണ്ടി ChatGPT മോഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പൊ ഇന്ത്യയിൽ നടന്നിട്ടില്ല. പക്ഷെ എന്താ പറയാ, നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നമുക്ക് ലോക്കലായിട്ട് നമ്മുടെ ഇൻഡിജിനസ് പീപ്പിളിന് വേണ്ടി ലോക്കൽ മോഡൽ ഉണ്ടാക്കാം. നമ്മുടെ ഡേറ്റ ട്രെയിൻ ചെയ്തിട്ട് ലോക്കൽ മോഡൽസിൽ ട്രെയിൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമ്മുടെ ഡേറ്റയുടെ സോവറിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഡേറ്റയുടെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിലിരിക്കും. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡില് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അവര് ചെയ്തിരിക്കുന്നത് അവരുടെ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി തന്നെയാണ് ഇത്, അവരുടെ ഇൻഡിജിനസ് ഡേറ്റ, അവരുടെ കൾച്ചറൽ ഡേറ്റ, അവരുടെ സ്റ്റോറി ടെല്ലിംഗ്, അവരുടെ മെഡിസിൻസ്, റെമഡീസ്, ഈ കാര്യങ്ങളൊക്കെ അവര് ഡേറ്റ സെറ്റ് ഉണ്ടാക്കി. ആ ഡേറ്റ സെറ്റിന്റെ ഓണർഷിപ്പ് ആ കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ്. ഒരു ബിഗ് ടെക് കമ്പനിക്കും അവരതിന്റെ ആക്സസ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇത്തരത്തിലായിരിക്കണം നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ സോവറിറ്റി കീപ്പ് ചെയ്തുകൊണ്ട്, നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് മോഡൽസ് ഉണ്ടാക്കാൻ. ഇപ്പൊ ഓപ്പൺ സോഴ്സ് മോഡലുകൾ ഒത്തിരി ഉണ്ട്. അപ്പൊ ആ ഓപ്പൺ സോഴ്സ് മോഡലുകൾ വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ മോഡലുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഇനിഷ്യേറ്റീവാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവേണ്ടത്. ഞാൻ അത് ആൻസർ ചെയ്തോ? ഇനി ഓക്കെ, ചെയ്തു. അപ്പൊ എന്റെ ഒരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ ഈ ഡാറ്റ സെറ്റ് ഒക്കെ ഉണ്ടാക്കി എന്ന് വിചാരിക്കൂ. അപ്പോ അത് ഗ്ലോബലി അത് അവൈലബിൾ ആയിരിക്കില്ലേ? അതെ, അത് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യുന്നു? ആ ഡാറ്റ സെറ്റ് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആക്സസ് കൊടുക്കുന്നവർക്ക് മാത്രമേ ഡാറ്റ സെറ്റിൽ ആക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് ഈ LLMs മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിൽ തന്നെ ഇപ്പോ എന്താ പറയാ, ഇപ്പോ നമ്മുടെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ചില നോളജ് അവര് ഇപ്പൊ ഓറലി ആണ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില സേക്രഡ് റിച്വൽസ് ഉണ്ടാവും. അതൊന്നും എല്ലാവരും അറിയാൻ അവർ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ അതും നമുക്ക് ഡാറ്റ സെറ്റിലകത്ത് ഉൾപ്പെടുത്താം. പക്ഷെ ചില കാര്യങ്ങൾ ആർക്ക് മാത്രം ആക്സസ് കൊടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. പബ്ലിക്കിന് എന്തൊക്കെ ഡേറ്റ കൊടുക്കണം എന്നും നമുക്ക് തീരുമാനിക്കാം. അപ്പോ ഇങ്ങനെ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ AI സിസ്റ്റംസ് ഉണ്ടാക്കുമ്പോൾ ഡേറ്റ കളക്ഷൻ മുതൽ ആ AI സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് മുതൽ ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഓരോ സ്റ്റെപ്പിലും ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ടാവണം. അവരുടെ പെർസ്പെക്റ്റീവ് ഇതിനകത്ത് വരണം. അല്ലെങ്കിൽ അത് എന്താ, നമുക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും വരുന്നത്. അവരുടെ പെർസ്പെക്റ്റീവ് ഒന്നും ഇതിൽ വന്നിട്ടില്ലെങ്കിൽ അതൊരു എക്സ്പ്ലോയിറ്റേഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് അതിനെ നമ്മൾ ആ ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഇത് വീണ്ടും ഇൻഡിജിനസ് പീപ്പിളിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകാനും സാധ്യതയുണ്ട്.
ഓക്കെ. ഇപ്പൊ ഈ മിസ് റെപ്രസെന്റേഷന്റെ കാര്യം പറഞ്ഞല്ലോ സരിക. അപ്പോ ഇത് നമ്മുടെ ഇത് ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയുടെ മാത്രം പ്രശ്നമായിരിക്കില്ല. ഇപ്പോ പൊതുവെ AI സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്വഭാവം ചിലപ്പോ പ്രകടിപ്പിക്കുന്നുണ്ടാവും. അപ്പോ അങ്ങനെ ഓൾറെഡി ഈ ഒരു മിസ് റെപ്രസെന്റേഷൻ ഒരു ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വേർഷൻ അല്ലെങ്കിൽ ഒരു ഏഷ്യൻ വേർഷൻ, അത്തരത്തില് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ഒരു AI സെക്ടർ അഡ്രസ് ചെയ്യുന്നത്? വിവിധ ഓർഗനൈസേഷൻസ് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നിലവില്? നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ChatGPT വന്ന സമയത്ത് നമ്മള് മലയാളം ലാംഗ്വേജിൽ ഉത്തരം തരാൻ പറഞ്ഞാൽ ആദ്യം ഒന്നും അതിന് പൊട്ടത്തരങ്ങളാണ് തന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ChatGPT-നോട് മലയാളത്തിൽ ചോദിച്ചതും സെയിം ക്വസ്റ്റ്യൻ, പണ്ട് ചോദിച്ച ക്വസ്റ്റ്യനും ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യനും തരുന്ന ഉത്തരത്തിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം അത് വളരെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഗ്രോക്ക്, എലൻ മസ്കിന്റെ ഗ്രോക്ക് ഒക്കെ ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജസില് ഈ സിസ്റ്റങ്ങളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി റിക്രൂട്ട്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അവരും അത് ട്രെയിൻ ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ്സ് അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, അതിന്റെ ഒരു പേസ് കുറച്ച് കുറവാണ്. സ്റ്റിൽ നമ്മൾ അവിടെ എത്തിച്ചേരും. ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, നെക്സ്റ്റ് 10 years ഏത് സ്റ്റാർട്ടപ്പുകളാണോ, എത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ് കൂടുതൽ മുന്നോട്ട് പോവാൻ, സ്ട്രെങ്തൻ ചെയ്ത് പോവാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് റീജിയണൽ ലാംഗ്വേജസിൽ നിങ്ങൾ നിങ്ങളുടെ ടെക്നോളജീനെ ട്രാൻസ്ഫർ ചെയ്താൽ അത്തരത്തിലുള്ള ടെക്നോളജികളും അത്തരത്തിലുള്ള കമ്പനികളും നിലനിൽക്കും, അല്ലാത്തവര് പുറകോട്ട് പോകും എന്നുള്ളതാണ്. അതിന് കാരണം ഇപ്പോഴത്തെ ഈ ഒരു ലാംഗ്വേജ് മിസ്റെപ്രസെന്റേഷൻ വരാൻ കാരണം മിക്ക ടൂളുകളും വെസ്റ്റേൺ കൺട്രീസിലാണ് ഉള്ളത്. ഇപ്പൊ മേജർ LLMs എല്ലാം തന്നെ അമേരിക്കയിൽ നിന്നുള്ളതാണ്. ഇപ്പൊ ചൈനയിൽ നിന്നും വരുന്നുണ്ട്. പക്ഷെ വെസ്റ്റേൺ ഡേറ്റയിലാണ് ഇത് കൂടുതൽ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഇത് ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രിയിലെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് അത് കൂടുതൽ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഓണത്തിനെ പറ്റിയും ക്രിസ്മസിനെ പറ്റിയും ഉള്ള ഒരു ചോദ്യം ഒരുമിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക LLMs ക്രിസ്മസിനെ പറ്റിയായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. അതിന് കാരണം അവരുടെ ഡേറ്റയിലുള്ള ആ വ്യത്യാസമാണ്. അപ്പൊ ഇത് മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്, ഇന്റൻഷനലി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ ഹാർഡ്വെയർ സൈഡിലും വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ട്രെയിനിങ് നടത്താൻ നമുക്ക് കമ്പ്യൂട്ടേഷൻ പവർ അത്യാവശ്യമാണ്. ആ കമ്പ്യൂട്ടേഷൻ പവർ നമുക്കുണ്ട്, ഇന്റർനെറ്റിൽ നമുക്ക് ഡേറ്റ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് പോകാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവൻച്വലി നമ്മൾ അവിടെ എത്തിച്ചേരും. ഈ ഒരു ഇനിഷ്യലി അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഡേറ്റ വെസ്റ്റേൺ ഡാറ്റയിൽ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോ ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ മിസ്ട്രാൽ എന്ന് പറഞ്ഞൊരു LLM ഉണ്ട്. ChatGPT പോലെ തന്നെയുള്ള ഒരു LLM ആണ് മിസ്ട്രാൽ. യൂറോപ്പിൽ നിന്നുള്ളതാണ്. ആലിസ് ആൽഫ ജർമ്മനിയിൽ നിന്നുള്ളതാണ്. നമ്മൾ യൂറോപ്യൻ റീജിയനിലുള്ള കാര്യങ്ങൾ ChatGPT-നോട് ചോദിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൻസേഴ്സ് മിസ്ട്രാൽ ഒക്കെ തരും. കാരണം അവരുടെ ഡേറ്റ കൂടുതൽ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ യൂറോപ്യൻ കോണ്ടെക്സ്റ്റിലും യൂറോപ്യൻ ഭാഷകളിലും ഒക്കെയാണ്. അപ്പോ അതുപോലെ നമുക്ക് ഇന്ത്യയിലും LLMs അത്ര നന്നായി വന്നിട്ടില്ല, പക്ഷെ ചെറിയ ചെറിയ രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ലോക്കലി ആളുകൾ LLMs-നെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ലോക്കലി ട്രെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ അതായത് ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ എനിക്കൊരു LLM ഉണ്ടാക്കാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സെക്യൂർഡ് ആണ്. ഓൺലൈനിലേക്ക് നമ്മളുടെ ഡേറ്റ പോകുന്നു എന്നുള്ള പ്രശ്നം അവിടെ അത്ര വരുന്നില്ല. അപ്പൊ ലോക്കലി ഉണ്ടാക്കുന്ന LLMs-കളും ഉണ്ട്. അപ്പൊ ഇൻഡിജിനസ് പീപ്പിളിന് വേണ്ടി നമുക്ക് അങ്ങനെ ലോക്കൽ LLMs-നെ പറ്റിയും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ആ മിസ്റെപ്രസെന്റേഷൻ കുറയ്ക്കാൻ കൂടുതൽ ഡേറ്റയിൽ എല്ലാത്തിനെയും ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ. പിന്നെ ഒരു സംശയം, എത്രമാത്രം ഈ ഒരു പ്രയാസം പിടിച്ചതാണ് ഈ ഒരു ഡാറ്റ സെറ്റ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ LLM ക്രിയേഷൻ? ഒരു കമ്മ്യൂണിറ്റി, വയനാട്ടിലെ ഒരു കമ്മ്യൂണിറ്റി അവര് വിചാരിക്കുകയാണ്, ശരി നമുക്കും ഒരു ഡാറ്റ സെറ്റ്സ് ഉണ്ടാക്കണം, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ നോളജ് ഇതുപോലെ പ്രിസർവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം ചെലവേറിയതാണ്? അതിനുള്ള ഒരു എക്സ്പെർട്ടൈസ് എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച്? അതിനിപ്പോ കമ്മ്യൂണിറ്റി മാത്രം വിചാരിച്ചാല് നടക്കില്ല. നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ GPUs ആവശ്യമാണ്. ആ GPUs പ്രവർത്തിക്കണം. അപ്പോ അതിന് ആ GPUs നമുക്ക് വാങ്ങണം. അത് എക്സ്പെൻസീവ് ആണ്. പിന്നെ ആ ട്രെയിൻ അപ്പൊ നമുക്ക് ഗവൺമെന്റ് എന്നുള്ള സബ്സിഡികളും ഗവൺമെന്റ് സപ്പോർട്ട് കൂടെയാണ് നമുക്ക് എന്തായാലും ഇത് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയും, നമുക്ക് കമ്മ്യൂണിറ്റി ലാബ്സ് ഉണ്ടാക്കാം. അപ്പൊ സ്മോൾ സ്കെയിലിൽ AI റിസർച്ച് ഹബ്സ് ഉണ്ടാക്കാം.
അപ്പോ ആ ഒരു ഓരോ ഇൻഡിജിനസ് ടെറിട്ടറീസിന് വേണ്ടി നമുക്കിപ്പോ അവരുടെ ലാംഗ്വേജ്, എൻവയോൺമെന്റൽ മോണിറ്ററിങ്, കൾച്ചറൽ ആർക്കൈവ് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ആയി ലാബ്സ് ഉണ്ടാക്കാം. പിന്നെ ലോക്കലൈസ്ഡ് ടൂൾസ് ഉണ്ടാക്കാം. അതാകുമ്പോൾ അത്ര ചെലവ് വരില്ല. അപ്പൊ നമുക്കത് ഓഫ്ലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന AI അപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അപ്പോ അത് വെച്ചിട്ട് നമുക്ക് ഈ ഇൻഡിജിനസ് ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലോക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില പ്ലാന്റുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുന്നതിന്റെ അലേർട്സ് ഉണ്ടാക്കാനൊക്കെ അങ്ങനെ നമുക്ക് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള AI ടൂൾസ് ഉണ്ടാക്കാം. അതിന്റെ ചെലവ് കുറവായിരിക്കും. പിന്നെ നമ്മള് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡേറ്റ സോവറിനിറ്റി ഓഫ് ഈ പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോംസ് നമ്മൾ സെക്യൂർഡ് ആയിരിക്കണം. അതിന് ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ഞാൻ ന്യൂസിലാൻഡിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ പോലെ അത് ഒരു ഇൻഡിജിനസ് കൗൺസിൽ ഉണ്ടാക്കി ആ കൗൺസിൽ ആയിരിക്കണം ഇതിന്റെ ഈ ഡേറ്റ സെറ്റ് സൂക്ഷിക്കുന്നതും അതിന്റെ അതോറിറ്റി ഒക്കെ നമ്മുടെ ആ ഒരു ഇൻഡിജിനസ് പീപ്പിളിന്റെ ആ കൗൺസിലിന് കൊടുക്കുക. അത് സ്റ്റോർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഈ കമ്മ്യൂണിറ്റി ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ഈ ഇൻഡിജിനസ് പീപ്പിൾ കൗൺസിലിന് കൊടുക്കുക. ഗവൺമെന്റിനെ വേണമെങ്കിൽ അതിന് പാർട്ടാക്കുക. ബിഗ് ടെക് കമ്പനീസ് അതിലേക്ക് വരുന്നത് തടയുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നമുക്ക് പിന്നെ ഒത്തിരി ടൂൾസ് ഉണ്ട്. ഇപ്പൊ ലാംഗ്വേജ് പ്രൊട്ടക്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ നോളജ് പ്രൊട്ടക്ഷന് വേണ്ടിയോ കൾച്ചറൽ ഹെറിറ്റേജ് പ്രൊട്ടക്ഷന് വേണ്ടിയോ ഒക്കെ നമുക്ക് പലവിധ ടൂളുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ സ്പീച്ച് റെക്കഗ്നീഷനും സിന്തസിസും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് സ്പീച്ച് ടു ടെക്സ്റ്റും ടെക്സ്റ്റ് ടു സ്പീച്ചും നമുക്ക് വിവിധ മോഡൽസ് ഉപയോഗിച്ചിട്ട് ഈ ഇൻഡിജിനസ് ഓഡിയോ ആർക്കൈവ്സ് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ കമ്മ്യൂണിറ്റികളുടെ റെക്കോർഡിങ്സ് നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇപ്പോ ലാംഗ്വേജ് ലേണിംഗ് ആപ്സ് ഉണ്ടാക്കാം. അതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു AI പവേർഡ് മൊബൈൽ ആപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇപ്പോ മലപ്പുറത്തൊക്കെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ലാംഗ്വേജസിന്റെ നമുക്ക് വൊക്കാബുലറി, അതിന്റെ ഗ്രാമർ അല്ലെങ്കിൽ അതിന്റെ ആ കോൺവെർസേഷണൽ പ്രാക്ടീസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതിനെ നമുക്കൊരു ഒരു മൊബൈൽ ആപ്പ് എന്നുള്ള രീതിയിൽ AI പവേർഡ് മൊബൈൽ ആപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അത് ഉപയോഗിച്ച് ആളുകൾക്ക് നമുക്ക് എഡ്യൂക്കേഷന് വേണ്ടി അത് ഉപയോഗിക്കാം. ആളുകൾക്ക് ആ ഭാഷയിൽ കോൺവേഴ്സ് ചെയ്യാനും അതിനൊരു ഗ്ലോബൽ ലാംഗ്വേജും ആക്കി മാറ്റാനുള്ള ഒരു സ്കോപ്പ് ഇങ്ങനെയുള്ള AI പവേർഡ് ആപ്സ് ഉണ്ടാക്കിയാൽ നമുക്ക് ഉണ്ടാവും. പിന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മെഷീൻ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഡിക്ഷണറീസ് ഉണ്ടാക്കാൻ പറ്റും. AI പവേർഡ് ട്രാൻസ്ലേഷൻ ഇപ്പൊ പോസിബിൾ ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻഡിജിനസ് ലാംഗ്വേജ് എന്ന് ഗ്ലോബൽ ലാംഗ്വേജസ് ആയിട്ടുള്ള ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലോ ഒക്കെയുള്ള ആ ഒരു ട്രാൻസ്ലേഷൻ ഈസി ആക്കാൻ AI സിസ്റ്റത്തിനെ കൊണ്ട് സാധിക്കും. അതപ്പോ നമുക്ക് ഡെയിലി യൂസിനും എഡ്യൂക്കേഷനും ഒക്കെ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഇപ്പോഴുള്ള മോഡൽസിനെ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഇൻഡിജിനസ് ലിറ്ററേച്ചറോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറീസോ ഓറൽ ഹിസ്റ്ററീസോ എന്തോ ആവട്ടെ അത് വെച്ചിട്ട് നമുക്ക് ഇപ്പോഴുള്ള മോഡൽസിനെ LLM മോഡൽസിനെ ഒക്കെ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ കാര്യങ്ങളും ഈ ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഈ ലാംഗ്വേജസിനൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഈ ഇൻഡിജിനസ് പീപ്പിളിന്റെ സ്ക്രിപ്റ്റുകൾ ഉണ്ടാവാം. അതൊക്കെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൾച്ചറൽ നുവാൻസസ് ഉണ്ടാവാം. ആ കൾച്ചറൽ നുവാൻസസ് റെസ്പെക്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ ആ ഡാറ്റ സോവറിനിറ്റി അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നു, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതൊന്ന് മേക്ക് ഷുവർ ഈ ഡാറ്റ സോവറിനിറ്റിയും അതുപോലെ കൾച്ചറൽ നുവാൻസസും റെസ്പെക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇതാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോ ഞാന് കേട്ടിട്ടുള്ള ഒരു നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോ ഈ എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ നല്ല നല്ല ഒരു എക്സാമ്പിൾസ് ഒക്കെ പലരും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ട്രൈബൽ എഡ്യൂക്കേഷനിലൊക്കെ. അതിലൊന്ന് ബാവലി സ്കൂളില്, ബാവലി എന്ന് പറയുന്നത് വയനാട്ടിലെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു LP സ്കൂളുണ്ട്. അപ്പോ ഈ ട്രൈബൽ കുട്ടികളിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളം ആയിരിക്കില്ല. മലയാളമോ ഇംഗ്ലീഷോ ഒന്നും ആയിരിക്കില്ല. പണിയ കമ്മ്യൂണിറ്റിക്ക് പണിയ ഭാഷയുണ്ട്, റാവുള കമ്മ്യൂണിറ്റിക്ക് റാവുള ഭാഷയുണ്ട്. അപ്പോ ഇങ്ങനെ ഇരിക്കെ അവര് സ്കൂളിലേക്ക് വരുമ്പോ തികച്ചും പുതിയൊരു ഭാഷയിലാണ് അവിടെ അധ്യയനം നടക്കുന്നത്, ടീച്ചിങ് നടക്കുന്നത്. അപ്പോ ഈ പലർക്കും ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചത് നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവരെ മലയാളം പഠിപ്പിക്കുന്നതും
ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ കുട്ടികളെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോ ഈ ബാവലിയില് സന്തോഷ് മാഷ് ചെയ്തത് എന്താ വെച്ചാൽ അവിടുത്തെ റാവുള ഭാഷയിലും പണിയ ഭാഷയിലും ഒക്കെയുള്ള പഠന സഹായി തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഈ കുട്ടികൾ തന്നെ മലയാളത്തിലെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ, താഴ്ന്ന ക്ലാസ്സിലെ പുസ്തകങ്ങള് ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ തന്നെ അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോ ആ ഒരു പുസ്തകം അടുത്ത വരുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഒരു പഠന സഹായിയായിട്ട് അവർക്കത് ഉപയോഗിക്കാം. അപ്പോ ഇപ്പൊ സരിക പറഞ്ഞതുപോലെ ഇപ്പോ ഈ AI സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡിക്ഷണറി ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം എഡ്യൂക്കേഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു സാധ്യതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മളിപ്പോ ഈ AI എഡ്യൂക്കേഷനും സ്കിൽ ഡെവലപ്മെന്റും ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ആ ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ളത് ജസ്റ്റ് ഒരു ആക്സസിബിലിറ്റി പ്രോബ്ലം അല്ല, നമുക്ക് ആ നോഹാവും കൂടെ ഇവർക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോ ഇപ്പൊ ഈ പറഞ്ഞ മുതിർന്ന കുട്ടികൾ താഴത്തെ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നുള്ളതിൽ ആ ട്രെയിൻ ദ ട്രെയിനർ മോഡലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഡിജിനസ് ആയിട്ടുള്ള യൂത്തിനെയും അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയും ഉപയോഗിച്ച് തന്നെ അവരെ AI എഡ്യൂക്കേറ്റേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ നമുക്ക് AI എഡ്യൂക്കേഷൻ ഈ കുട്ടികളിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത് കൾച്ചറലി റിലവന്റ് ആയിട്ടുള്ള AI ലിറ്ററസി പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ AI ബേസിക്സ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പിന്നെ എത്തിക്കൽ യൂസ്, ഈ ഇൻഡിജിനസ് ലാംഗ്വേജസിലുള്ള AIന്റെ എത്തിക്കൽ യൂസ്, ഇതൊക്കെ നമ്മൾ ഇവർക്ക് വേണ്ടി ടൈലർ ചെയ്യണം. പിന്നെ ഇപ്പോ സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ അവരുടെ ട്രഡീഷണൽ നോളജ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഈ AI കോൺസെപ്റ്റ്സ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ, ആ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ എളുപ്പം ഉണ്ടാവും. പിന്നെ ഇതിനൊരു മറ്റൊരു സജഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് ആൻഡ് മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു AI ആൻഡ് ഡാറ്റ സയൻസ് സ്കോളർഷിപ്പോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇൻഡിജിനസ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം കൊണ്ടുവരിക. പിന്നെ ടെക് കമ്പനീസ് ഒക്കെ ആയിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നുള്ള മെന്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടികൾക്ക് മെന്റർഷിപ്പ് കൊടുക്കുക, ഇന്റേൺഷിപ്പ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് അവർക്ക് പുറത്തുള്ള ലോകത്ത് എന്ത് നടക്കുന്നു, എങ്ങനെയൊക്കെ അവർക്ക് മാറ്റം കൊണ്ടുവരണം, ബൈ കീപ്പിംഗ് അവരുടെ കൾച്ചറൽ കാര്യങ്ങളും അവരുടെ ലാംഗ്വേജും എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ടെക്നോളജീനെ അഡോപ്റ്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ സാധിക്കും. അതെ, തീർച്ചയായിട്ടും. അപ്പോ പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സോറി പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്രമാത്രം ഈ ടെക്നോളജിക്കൽ ആക്സസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടോ, അവർക്ക് ഒരു അഫോർഡബിൾ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് അവിടെ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഡിവൈസസ് ആക്സസ് ഉണ്ടോ. ഈ AI ടെക്നോളജി അവർക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഡിവൈസസ് വേണം. അപ്പോ സബ്സിഡൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീ ഡിവൈസസ് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഇൻഡിജിനസ് ലാംഗ്വേജ് ഇന്റർഫേസ് ഉള്ള AI ടൂളുകൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ എൻഷുർ ചെയ്യണം. പിന്നെ മറ്റൊരു സസ്റ്റൈനബിലിറ്റി പാർട്ടിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്, ഇപ്പൊ സോളാർ പവേർഡ് സെർവേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ ഡേറ്റാ സെന്റേഴ്സ് അല്ലെങ്കിൽ ഓഫ്ലൈൻ AI ടൂൾസ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആയിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഏരിയകളിൽ ഉണ്ടാവുന്നത്. അപ്പോ നമ്മളൊരു ഗ്രീൻ ടെക് ഫോർ റിമോട്ട് ഏരിയാസ് എന്നുള്ള രീതിയിലും കൂടെ നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ആ ഒരു പേസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. ലൈക് ഇതൊരു ഒരു പോയിന്റിലേക്ക് പല സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്കിത് ശരിയായ രീതിയിൽ ഈ ഒരു പേസിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇപ്പോ ഇതില് ഒരു നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ഒരു പോളിസി ലെവലില് എന്തെങ്കിലും ഒരു തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഒരു പോളിസി കൊണ്ടുവന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ അത്തരത്തിൽ അങ്ങനെ AI ആസ് സച്ച് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അത്ര അറിയില്ല.
പക്ഷേ ഒരു കാര്യമുള്ളത്, ഇപ്പൊ ഗവൺമെന്റിന്റെ ഗ്രാന്റുകളും ടാക്സ് ഇൻസെന്റീവ്സും ഒക്കെ ഉണ്ട്. അപ്പോ AI ബേസ്ഡ് കൾച്ചറൽ പ്രിസർവേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജൂണിലുള്ള ഒരു അനൗൺസ്മെന്റ് ഞാൻ വായിച്ചതില് കൂടുതൽ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല ഇന്ത്യയിലുള്ള കാര്യം. പക്ഷെ മറ്റൊരു കാര്യം, ഇപ്പൊ യുനെസ്കോ, UNDP, UN ഒക്കെ ഈ UN പെർമനന്റ് ഫോറം ഓൺ ഇൻഡിജിനസ് ഇഷ്യൂസ് അവര് ബെസ്റ്റ് പ്രാക്ടീസസും ഫണ്ടിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അസച്ച് എനിക്കറിയില്ല, അത് എന്റെ ഇഗ്നോറൻസ് ആണ്. ഉണ്ടായിരിക്കാം, അതെനിക്ക് ക്ലിയർ ആയിട്ട് അങ്ങനെ അറിയില്ല. നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം അത്തരത്തിലുള്ള ഒരു, ഇല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് സംസാരിക്കേണ്ട സമയം കൂടിയാണ്. അപ്പോ പോളിസി ഉണ്ടാക്കേണ്ടതിനെ കുറിച്ച്, അത്തരത്തിലുള്ള പോളിസികൾ ഉണ്ടാക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻഡിജിനസ് ആളുകളുടെ പെർസ്പെക്റ്റീവും കൂടെ ആ പോളിസി ഇനിഷ്യേറ്റീവ്സിൽ വന്നു എന്ന് നമ്മളൊന്ന് ഉറപ്പാക്കണം. അതായത് ഇപ്പോ അഡ്വൈസറി റോളില് ഈ ഇൻഡിജിനസ് പീപ്പിളിന്റെ റെപ്രസെന്റേഷൻ ഉണ്ടാവണം. ഇപ്പം നാഷണൽ AI എത്തിക്സ് ബോർഡ് ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മിറ്റീസ് ഉണ്ട്. അതിൽ ആ സ്റ്റേക്ക് ഹോൾഡർ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസിലെ ആളുകൾ അവിടെ അഡ്വൈസറി റോളിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം. അതിപ്പോ UN അഡ്വൈസറി ബോഡിയിലൊക്കെ ഇൻഡിജിനസ് പാർട്ടിസിപ്പേഷൻ, സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷനിൽ ഇൻഡിജിനസ് പീപ്പിളിനെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറൊരു കാര്യം, ഒരു മൊത്തമായിട്ടൊരു AI ഡിസൈൻ എന്നുള്ള AI സിസ്റ്റം ഡിസൈൻസിന്റെ പ്രോട്ടോകോൾസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു കമ്മ്യൂണിറ്റി പ്രോട്ടോകോൾ എന്നുള്ള രീതിയിലും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അത് ഗവൺമെന്റിന്റെ മാത്രമല്ല, ഇത്തരത്തിലുള്ള AI സിസ്റ്റങ്ങൾ ഉണ്ടാകുന്ന കമ്പനികൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ വോളണ്ടറിലി ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോ AI ഡെവലപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവര് ഈ ഒരു ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി പ്രോട്ടോകോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രോട്ടോകോളും കൂടെ കംപ്ലയന്റ് ആയിട്ടാണ് അവർ AI സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പാക്കാനുള്ള, അറ്റ്ലീസ്റ്റ് ഇപ്പൊ വോളണ്ടറി ചെയ്തിട്ട് ലേറ്റ് വിവിധ നിയമങ്ങൾ വരും അതിന്റെ പാർട്ടായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒട്ടുമിക്ക AI എത്തിക്സ് റെസ്പോൺസിബിൾ AI ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ടെക് കൊളോണിയലിസം ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും, നമുക്ക് കമ്മ്യൂണിറ്റി ഓൺ ഡേറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, നമ്മുടെ ആ ഒരു ഇൻഡിജിനസ് ഹെറിറ്റേജ് പ്രിസർവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വിവിധ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വരേണ്ടത് അത്യാവശ്യമാണ്. അതിന് ആദ്യം ഒരു AI ആക്ട് വരണം. ഇപ്പൊ നിലവില് ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിലെ ഒരു AI ആക്ട് എന്ന് പറയാൻ ആകെയുള്ളത് യൂറോപ്യൻ യൂണിയന്റെ EU AI ആക്ട് ആണ്. അല്ലാതെ മറ്റു രാജ്യങ്ങളിലൊന്നും ഇതുവരെ ഒരു ആക്ട് എന്ന നിലയിൽ വന്നിട്ടില്ല. ഡ്രാഫ്റ്റ് പോളിസീസ് ഉണ്ട്, വിവിധ സംസ്ഥാനങ്ങളുടെ ഡ്രാഫ്റ്റ് പോളിസീസ് ഉണ്ട്, നാഷണൽ ഡ്രാഫ്റ്റ് പോളിസി ഉണ്ട്. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായി ഒരു ആക്ടായി വന്നിട്ടില്ല. അപ്പൊ ആ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കമ്പനികൾ നിർബന്ധമായും ചെയ്യണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതൊരു ഡൗൺ സൈഡ്, അല്ലെങ്കിൽ അതിന്റെ ആ കോയിന്റെ മറുവശം എന്ന് പറയുന്നത്, ഒരു ആക്ട് കൊണ്ടുവരുമ്പോ കമ്പനികളുടെ പ്രോഗ്രസിനെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഡേറ്റയൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഓണർഷിപ്പ് കൊടുക്കണം, ബിഗ് ടെക് കമ്പനീസിന് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ എന്ന്. അപ്പോ ഈ റിസർച്ച് ഒക്കെ കൂടുതൽ നടക്കുന്നത് ബിഗ് ടെക് കമ്പനീസ് ആണ്. ഈ ആക്ട് വരുമ്പോൾ ബിഗ് ടെക് കമ്പനീസിന്റെ റിസർച്ചിന്റെ മുകളിൽ ഒരു ലിമിറ്റേഷൻ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് എസ്പെഷ്യലി US ഗവൺമെന്റ് ഒന്നും ഇങ്ങനെ അവർ വാദോരാതെ നിയമം വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ അവരത് പ്രാക്ടിക്കൽ ആ ലോ കൊണ്ടുവരാത്തതിന് കാരണം അവരുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെ ലിമിറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനൊരു ബാലൻസ്ഡ് ഗ്രൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇന്ത്യയിൽ എന്തായാലും വരേണ്ട കാര്യമാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഡാറ്റ ആക്ട് ആണ് ഇപ്പൊ അടുത്താണ് വന്നത്. അപ്പോ നമ്മുടെ പ്രൈവസിയും നമ്മുടെ കൺസെന്റ് ഇല്ലാതെ നമ്മുടെ ഡേറ്റ ഉപയോഗിക്കുന്നതും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോ ആ ഒരു ഇഷ്യൂ, ആ ഒരു ഇത് വെച്ചിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ എസ്പെഷ്യലി ഇൻഡിജിനസ് പീപ്പിളിന്റെ കാര്യത്തിൽ കൂടുതലായിരിക്കും. അപ്പൊ അത് തടയാനും കൂടെ വേണ്ടി ഒരു ആക്ട് വരണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇൻഡിജിനസ് പീപ്പിളിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും. ഇപ്പോ സരിക, നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോ അതിൽ ടോട്ടം റിസോഴ്സ് സെന്റർ എന്തെങ്കിലും ഒരു ശ്രമത്തിന് മുതിരുകയാണെങ്കിൽ ഒരു പ്രയോറിറ്റി കൊടുക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധ്യമാവുന്ന
കുറച്ച് കാര്യങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആദ്യം ഈ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഡേറ്റയാണ്. ആ ഡേറ്റ ഉണ്ടാക്കുക എന്നുള്ളത് ടോട്ടത്തിന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഡാറ്റ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ക്ലീൻ ഡാറ്റ വേണം. നമ്മൾ ഡാറ്റ കളക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ ക്ലീനിങ് പ്രോസസ് ഉണ്ട്. അപ്പോ നമ്മൾ ആ ഡേറ്റ കളക്ഷനിൽ തന്നെ മാക്സിമം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലീനിങ് പ്രോസസ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ സാധിക്കും. ഡാറ്റ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഇൻഡിജിനസ് പീപ്പിളുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റിന്റെ ഫോട്ടോസ് എടുക്കുക, അതിന്റെ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടാക്കുക. ഇനി അവരുടെ ഇപ്പൊ മെഡിസിനൽ പ്ലാന്റ്സിന്റെ നോളജ് എന്ന് പറഞ്ഞു, ആ നോളജിനെ പറ്റി അവർ പറയുമ്പോൾ അതിന്റെ വോയിസ് റെക്കോർഡുകൾ ഉണ്ടാക്കാം. ഇനി അവർക്ക് എന്തെങ്കിലും സ്ക്രിപ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇമേജസ് എടുക്കാം. അങ്ങനെ നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റകളെല്ലാം നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ ലോക്കൽ മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടി വേണമെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാം. AI ലാബുകൾ ഉണ്ടാക്കാൻ ടോട്ടത്തിന് സാധിക്കും, കമ്മ്യൂണിറ്റി ലാബുകൾ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി AI എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് ടോട്ടത്തിന്റെ റെപ്രസെന്റേറ്റീവ്സിന് വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ പറയാൻ പറ്റുന്നത് മറ്റേ കൾച്ചറൽ നോളജ് അല്ലെങ്കിൽ ഹെറിറ്റേജ്, അതിന്റെ നമുക്ക് ഈ എത്തനോ ബൊട്ടാണിക്കൽ നോളജ് ഗ്രാഫ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിനും ഇതേപോലെ ഈ പ്ലാന്റുകളുടെ എസ്പെഷ്യലി നമുക്ക് പല പ്ലാന്റുകളെ പറ്റിയും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് അറിയാത്ത പല മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റിയും അതിന്റെ നോളജ് ഒക്കെ ഇവർക്ക് അറിയായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു ഡേറ്റ സെറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അങ്ങനെ മൊത്തത്തിൽ ഒരു ഡിജിറ്റൽ റെപ്പോസിറ്ററി ഉണ്ടാക്കുക ആൻഡ് അതിന്റെ ഓണർഷിപ്പ് അവർക്ക് തന്നെ കൊടുക്കുന്ന രീതിയിൽ ചെയ്യുക. ആൻഡ് ഈ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് അവരുടെ കൺസെന്റോട് കൂടെയാണ് നമ്മൾ ഈ ഡേറ്റ എല്ലാം കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് മേക്ക് ഷുവർ. ഇനിഷ്യൽ സ്റ്റെപ്പായിട്ട് നമുക്ക് ഏറ്റവും ചെയ്യാൻ കഴിയുന്ന കാര്യം ഡേറ്റ കളക്ഷനും ഈ AI സ്കിൽ ഡെവലപ്മെന്റും ആണ് ഇൻഡിജിനസ് പീപ്പിൾക്ക്. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് സ്കിൽ അവരൊരു ഡിപ്പെൻഡൻസിയിലേക്കല്ല കൊണ്ടുപോകേണ്ടത്, ഓണർഷിപ്പിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അവരെ കൊണ്ട് തന്നെ AI സിസ്റ്റംസ് ഉണ്ടാക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അതിനെ ടൈലർ ചെയ്യാനും അവരെ പഠിപ്പിക്കുക, അവരെ പ്രാപ്തരാക്കുക ആൻഡ് അവരുടെ ഡേറ്റയുടെ ഓണർഷിപ്പ് അവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനെ ഓഗ്മെന്റ് ചെയ്യാനുള്ള ഒരു സ്ഥാപനമായിട്ട് ടോട്ടത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. അതാണ് എന്റെ ഒരു ഇനിഷ്യൽ ഒരു തിങ്കിങ് പ്രോസസ്സിൽ എനിക്കിപ്പോ തോന്നുന്നത്. ഓക്കെ, താങ്ക് യു സരിക. അപ്പോ അതില് എനിക്ക് ഇപ്പോഴും ചില ഒരു സംശയങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ മുഴുവനും ഒരു ഉത്തരം കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് ഇപ്പോ നമ്മൾക്ക് ഡാറ്റ കൺസെന്റ് തരുന്നത് ഏതാനും ഇൻഡിവിജ്വൽസ് ആയിരിക്കാം. പക്ഷേ ആ ഡാറ്റയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആ എൻറ്റയർ കമ്മ്യൂണിറ്റിക്ക് ആയിരിക്കും. സോ എങ്ങനെയാണ് അതിന്റെ ഒരു പിന്നെ തീരുമാനം എടുക്കാനുള്ള ഒരു ബോഡി, ആ കമ്മ്യൂണിറ്റിയുടെ എൻ്റർ ബോഡി ഉണ്ടാക്കാൻ പറ്റുക? അപ്പോ അത് എങ്ങനെ സാധിക്കും എന്നതിലൊക്കെ കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടി വരും തോന്നുന്നു. യെസ്, അതില് ഈ കമ്മ്യൂണിറ്റി മാത്രം പോരാ, അതില് മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇപ്പോ ആ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ നോക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ആളുകൾ അതിന്റെ പാർട്ടാവണം. പക്ഷേ ഒരു കോർ എന്നുള്ള രീതിയിൽ ഓണർഷിപ്പ് ഈ ഇൻഡിജിനസ് പീപ്പിൾ കൗൺസിലിനായിരിക്കണം. അങ്ങനെ ഒരു കോർ ഇൻഡിജിനസ് പീപ്പിൾ കൗൺസിൽ ഉണ്ടാവണം. അതിന്റെ കൂടെ മറ്റുള്ളവരും ചേർന്ന് ഒരുമിച്ച് വേണം പ്രവർത്തിക്കാൻ. അപ്പൊ അത് കൂടുതൽ ഡിസ്കഷൻസിലൊക്കെ കടന്നു പോയി ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തണം. അപ്പോ അതിന് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ ആരെങ്കിലും ഒക്കെ ഇത് തുടങ്ങിയിടണം. തീർച്ചയായിട്ടും അതിന് തോട്ടത്തിന് സാധിക്കട്ടെ. അതെ, ഇതൊരു തുടക്കമാവട്ടെ അത്തരം കാര്യങ്ങൾക്കുള്ള. ഇപ്പോ ഈ ഒരു ഡിവൈഡ് ഇപ്പോ ഈ ഡിജിറ്റൽ ലിറ്ററസിയിൽ തന്നെ ഉള്ള ഒരു ഡിവൈഡ് വലിയൊരു പ്രശ്നമായിട്ട് തുടരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ ലേണിംഗ് സെന്റർ പോലെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പോ ഈ AI കൂടെ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പല സർക്കിളുകളിലും നമ്മുടെ സാർടെക് ലാബിന്റെ ഒക്കെ കോഴ്സുകളെ, ഫ്രീ കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഒരു സജീവമായിട്ടുള്ള ഒരു ഇടപെടൽ വേണമെന്ന് തോന്നുന്നു നമുക്ക് ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യാൻ AI കുറിച്ചിട്ടൊക്കെ.
Yeah. അതിന്റെ ധാരണ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. Yeah. സോ ഇവിടെ ഞങ്ങൾ മാത്രമുള്ള ഒരു ഡിസ്കഷൻ മാത്രമല്ല, ഇപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കലുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആവാം. ഇതിൽ നിങ്ങളിൽ പലരും ചിലപ്പോ AI കുറിച്ചിട്ട് നല്ല മികച്ച ധാരണ ഉള്ളവരും ചിലര് അതിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവാം. സോ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമന്റ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. സോ ഓപ്പൺ ടു യു. ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ അഫ്സൽ പറഞ്ഞോളൂ. ഇവര് പറഞ്ഞു ഈ ഡാറ്റ കളക്ട് ചെയ്ത് ഇവർക്ക് ഒരു ഇവർക്ക് അത് സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തൊരു AI ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ നിലവിലെ അവസ്ഥയിൽ അതിന്റെ സോവറിറ്റി എത്രത്തോളം പോസിബിൾ ആണ് ഈ ഒരു കാലഘട്ടത്തിൽ? അതിന്റെ എന്താണ് അതിന്റെ ഒരു അതോറിറ്റി, ഒരു സുപ്രീം പവർ അവർക്ക് എത്രത്തോളം പോസിബിൾ ആണ് അവർക്ക് തന്നെ കൊടുക്കല്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇതിന് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. ഇത്രയും ഓൾറെഡി വൾനറബിൾ ആയ ഒരു പീപ്പിൾസിനെ വേറൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിൽ ആഡായി വന്നാൽ ഗവൺമെന്റ് ഇനി വേറൊരു കമ്മ്യൂണിറ്റി ആൾ വന്നാൽ ഇവരെ ഹൈജാക്ക് ചെയ്യപ്പെടൂലത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഉണ്ടാക്കുന്ന ഡേറ്റാ സെറ്റിന്റെ ഓണർഷിപ്പ് ആ ഇൻഡിജിനസ് കൗൺസിലിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് എത്രത്തോളം പോസിബിൾ ആണ് ഈ കാലഘട്ടത്തിൽ? അത് എത്രത്തോളം പോസിബിൾ ആണ്? അവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഡാറ്റ എത്രത്തോളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും? ഈ കാലഘട്ടത്തിൽ പോസിബിൾ ആണോ? പോസിബിൾ ആണ്. ന്യൂസിലാൻഡിൽ അത് ഓൾറെഡി ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തോട്ടെ. ആ പേര് ഞാൻ ടി ഹിക്കു മീഡിയ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. അവര് ലാംഗ്വേജ് പ്രൊജക്ട്സ് ചെയ്യുന്നതാണ്. അപ്പൊ അവര് ഈ ഡേറ്റ അവരുടെ മയോറി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതിനകത്താണ് അവര് ചെയ്തിരിക്കുന്നത്. ടി ഹിക്കു മീഡിയ. ഞാൻ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്തു. നമുക്ക് ഷെയർ ചെയ്യാം. അഫ്സൽ, അപ്പോ നമുക്ക് ഇതൊരു അതിന്റെ ഒരു ചർച്ചയുടെ ഒരു തുടക്കം മാത്രമാണ്. ഇതിന്റെ എല്ലാ സാധ്യതകളും എല്ലാ ഇതിന്റെ പ്രശ്നങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഓൾറെഡി സ്റ്റേക്ക് ഹോൾഡർ ആണ്. കാരണം ഇപ്പോ നമുക്കൊരു ട്രൈബൽ ഹാംലെറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൽ ഗവൺമെന്റിന്റെ ഒരു പെർമിഷൻ വേണ്ടതുണ്ട്. സോ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഓൾറെഡി ഗവൺമെന്റ് സ്റ്റേക്ക് ഹോൾഡർ ആണ്. അതില് എത്രമാത്രം അതിന്റെ ഒരു എത്തിക്കൽ കാര്യങ്ങളിലൊക്കെ വീണ്ടും ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയമാണ്. സോ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരും ഉൾപ്പെടുത്തണം. അതിൽ പിന്നെ കമ്മ്യൂണിറ്റിക്ക് അതിന്റെ പരമാധികാരം, സോവറിനിറ്റി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ന്യൂസിലാൻഡിലൊക്കെ ഒരു പക്ഷേ പോസിബിൾ ആയിരിക്കും. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അത് എത്രത്തോളം പോസിബിൾ ആണ്? മറ്റൊന്ന്, ഇതിന് നിങ്ങൾ തന്നെ പറഞ്ഞു ഇതിനൊരു ആക്ട് ഒന്നും നിലവിലില്ല. ഏതോ യൂറോപ്പിലെ എവിടെയുള്ള ഒരു ആക്ട് നിലവിലുള്ളൂ. ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് ഇവര് പ്രൈവസി ആഗ്രഹിക്കുന്ന ചില അവരുടെ റിച്വൽസ്, നിങ്ങൾ പറഞ്ഞ റിച്വൽസ്, ആ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് കണ്ട് വെറുതെ അത് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാൻ നമ്മൾ കാരണമാവോ? ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഏത് ടെക്നോളജി ആണെങ്കിലും അത് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉപയോഗിക്കാം. എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാതിരിക്കുക. എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അത് മാത്രമേ ഇപ്പൊ എനിക്ക് ഈ കാര്യത്തിൽ പറയാൻ സാധിക്കുള്ളൂ. അതെ, ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമുക്ക് അത്രേ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ പൊളിറ്റിക്കൽ സൊസൈറ്റൽ സാധനങ്ങളൊക്കെ കയറി വരും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ ആദ്യമേ നമുക്കൊരു ഇൻഡിജിനസ് കൗൺസിലിന്റെ അഡ്വൈസേഴ്സ് ആയിട്ട് നമുക്ക് ആളുകളെ കൊണ്ടുവരാം. അപ്പൊ അതൊക്കെ നമുക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. അതിന് മൾട്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് വന്ന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതിന്റെ പാർട്ടായിട്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്. അത് മാത്രമേ ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അതെ, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സജഷൻസ്, കമന്റ്സ്, എന്തെങ്കിലും. മറ്റേ ഒന്നും പറയാനില്ല തോന്നുന്നു. കാരണം ഇത് ഒരു വലിയൊരു വിഷയമാണ്, വളരെ പ്രസക്തിയുള്ള വിഷയമാണ്. ഇതിന്റെ ഒരു ഡിസ്കഷൻ തുടങ്ങിയിടുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കോപ്പ് ഇതിലുണ്ട്.
അപ്പോ നമുക്ക് ഇനിയും ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോവാം. അത് ഈ കമ്മ്യൂണിറ്റിയെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇത് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക. അത് ചിലപ്പോ പിന്നെ ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ട്രൈബൽ സോഷ്യോളജി പോലെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ITSR പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അവിടെ 100% ട്രൈബൽ വിദ്യാർത്ഥികളാണ്. സോ അവിടേക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇതിനെ കുറിച്ചുള്ള ധാരണയുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് പിന്നെ സ്റ്റുഡൻസ് ഉണ്ടാവും, അതുപോലെ എൽഡേഴ്സ് ഉണ്ടാവും. അപ്പൊ എൽഡേഴ്സിനോടൊക്കെ ഇതിനോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സോ ഇതൊരു തുടക്കമാവട്ടെ. സോ താങ്ക് യു സരിക. സോ ദീപിക, ഓവർ ടു യു. ഒരു ഫോർമൽ താങ്ക്സ് പറയാം. താങ്ക് യു മിസ് സരിക. നമുക്ക് നല്ല വ്യക്തമായിട്ടും വിശദമായിട്ടും ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിനെ കുറിച്ചും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഇപ്പൊ നമുക്ക് അതിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ആണെന്നും അതിന്റെ എങ്ങനെയൊക്കെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ സെഷൻ ഓർഗനൈസ് ചെയ്തതിന് തോട്ടത്തിനും അതുപോലെ തന്നെ ഈ സെഷൻ ഹാൻഡിൽ ചെയ്തതിന് ശ്രീകുമാറിനും നന്ദി പറയുന്നു. താങ്ക് യു. ദീപിക നമ്മുടെ വളണ്ടിയർ കോർഡിനേറ്റർ ആണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. വീണ്ടും ഇതിന്റെ നമ്മുടെ ചർച്ചകളിലൊക്കെ ഭാഗമാവുക. പിന്നെ നമ്മുടെ ഈ ഇത്തരം വെബിനാർസ് നമുക്ക് തുടർന്നും ചർച്ച ചെയ്യണം, സംഘടിപ്പിക്കണം. സോ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലും ഫോറങ്ങളിലും ഒക്കെ സജീവമായി പങ്കെടുക്കുക. സോ ഈ ഒരു ഡിസ്കഷൻ വെബിനാറുകൾ മാത്രമല്ല, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഈ ചർച്ച. സരിക ഷെയർ ചെയ്ത ന്യൂസിലാൻഡിലെ മാതൃകയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം. സോ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അവിടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ AI മലയാളത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികൾക്കൊക്കെ അത് ഷെയർ ചെയ്താൽ ഒരു അവയർനെസ് ക്രിയേഷന് അത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഒരു കോളേജ് ലെവലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് ഫ്രീ കോഴ്സസ് ഉണ്ട്, പെയ്ഡ് കോഴ്സസ് മാത്രമല്ല ഫ്രീ കോഴ്സസ് ഉണ്ട്. അത് ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അത്. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഞാൻ ജയ്ചേട്ടന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു. ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. സോ റെസ്പോൺസ് അപ്പൊ ഫീഡ്ബാക്ക് ഫോമില് നമ്മുടെ പിന്നെ ഈ മെസ്സേജ് ബോക്സിൽ ഫീഡ്ബാക്ക് ഫോം ഉണ്ട്, ദീപിക പറഞ്ഞതുപോലെ. സോ അത് ഫിൽ ചെയ്യാൻ എല്ലാവരെയും അഭ്യർത്ഥിക്കുകയാണ്. സോ താങ്ക് യു, താങ്ക്സ് ലോട്ട്, ഗുഡ് നൈറ്റ്.